സാധാരണക്കാരന് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക് അധികം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ 5% കൊണ്ടുവരും. ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടാകാൻ പോകുന്നത് അതുവഴി ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ വിപണിയെ നമ്മുടെ 146 കോടി ജനങ്ങളും ആശ്രയിക്കുന്ന സാഹചര്യം വരും. അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. 1980 സോണിയാഗാന്ധി എന്ന വിദേശിയായിരിക്കുന്ന ആൾ ഇന്ത്യയിൽ വോട്ടർ ലിസ്റ്റിൽ വന്നതുപോലെ, അത് അദ്ദേഹം പറഞ്ഞില്ല, പറയാതെ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇന്ന് നുഴഞ്ഞ കയറ്റക്കാരുടെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതായത് കണക്കിൽ അവർ BJP കണക്കിലാക്കി വെച്ചിരിക്കുന്നത് 2 കോടി പേർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെന്നാണ്. 65 ലക്ഷമല്ലേ നമ്മളിപ്പം സുപ്രീം കോടതി കണ്ടത്. 2 കോടി പേർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ. അത് പറഞ്ഞപ്പോൾ മമതയ്ക്ക് നൊന്തു. മമത ഉടനെ ചാടി വീണു. ഇദ്ദേഹം വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്, മറ്റേതാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. കാരണം നുഴഞ്ഞു കയറ്റക്കാരെ പിടിച്ചാൽ മമതയുടെ ബംഗാളിൽ ആഫീസ് പൂട്ടും, ബീഹാറിൽ ആഫീസ് പൂട്ടും, ആസാമിൽ ആഫീസ് പൂട്ടും, മറ്റ് UP-യിലും കേരളത്തിലും വരെ അവരുടെ വോട്ടർമാരുണ്ട്. തെരഞ്ഞു പിടിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ, അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഡിഫൈം ചെയ്യാനായിട്ട് ചിലർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.